ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2020 അപ്ഡേറ്റഡ് ICD ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വന്നേക്കുന്നതെന്നാണ് നോക്കുന്നത്. ലൈക്ക് അഡീഷൻ ഓഫ് കോഡ്സ്, ഡിലീഷൻ, റിവിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 ദാറ്റ് ഈസ് സർട്ടൻ ഇൻഫെക്ഷൻസ് ആൻഡ് പാരസിറ്റിക് ഡിസീസസ് A00 to B99 എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ വന്നെന്ന് നോക്കാം. A18.4 that is tuberculosis of skin and subcutaneous tissue ൻ്റെ അകത്ത് അവർ ലൂപ്പസ് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എക്സ്ക്ലൂഡ് 2ൻ്റെ അടിയിൽ ലൂപ്പസ് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് പറയുന്ന ആ കോഡ് ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റമിക് എന്ന് പറഞ്ഞിരുന്നത് അവർ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമെറ്റസസ് എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ B97.4 റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ആസ് എ കോസ് ഓഫ് എ ഡിസീസസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന ഇതിൻ്റെ അകത്ത് RSV ആസ് എ കോസ് ഓഫ് ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ, കോഡ്ഫസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സച്ച് എസ് ഓട്ടൈറ്റിസ് മീഡിയ, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതുപോലെ എക്സ്ക്ലൂഡ് 2 acute bronchitis due to respiratory syncytial virus, acute bronchitis due to respiratory syncytial virus and respiratory syncytial virus pneumonia. ഇതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 2 എന്തൊക്കെ വന്നു എന്ന് നോക്കാം. ചാപ്റ്റർ 2 നിയോപ്ലാസം C00 to D49 അടിയിൽ C91.0 ദാറ്റ് ഈസ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയുടെ അടിയിൽ അവർ code in subcategory C910 should only be used for T cells and B cell pressure leukemia എന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് C910 should only be used എന്നായിരുന്നു. അത് കോഡ് ഇൻ സബ് കാറ്റഗറി ആയിട്ട് അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ D04.0 കാർസിനോമ ഇൻ situ ഓഫ് സ്കിൻ ഓഫ് ലിപ്പിൻ്റെ അകത്ത് അവർ എക്സ്ക്ലൂഡ് 1 ഡിലീറ്റ് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. കാർസിനോമ ഇൻ situ ഓഫ് വെർമിലിയോൺ ബോർഡർ ഓഫ് ലിപ്പ്. ഓക്കെ, അതുപോലെ D12 ബിനൈൻ നിയോപ്ലാസം ഓഫ് കോളൻ, റെക്ടൻ, ഏനസ് ആൻഡ് ഏനൽ കനാൽ, അതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡ് 1 ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് പോളിപ്പ് ഓഫ് കോളൻ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. D12.6 ബിനൈൻ നിയോപ്ലാസം ഓഫ് കോളൻ അൺസ്പെസിഫൈഡ് അകത്ത് അവർ എക്സ്ക്ലൂഡ് 1 പോളിപ്പ് ഓഫ് കോളൻ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, D21.6 that is benign neoplasm of connective and other soft tissue of trunk unspecified ഒരു റിവിഷൻ വന്നിട്ടുണ്ട്. നേരത്തെ അവർ ബിനൈൻ നിയോപ്ലാസം ഓഫ് ബാക്ക് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആയിരുന്നു. അതിപ്പോൾ ബിനൈൻ നിയോപ്ലാസം ഓഫ് കണക്റ്റീവ് ആൻഡ് അതർ സോഫ്റ്റ് ടിഷ്യൂ ബാക്ക് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ D23 അതർ ബിനൈൻ നിയോപ്ലാസം ഓഫ് സ്കിൻ, അതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡ് 1 മെലനോസൈറ്റ് നേവി അത് ഡിലീറ്റ് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് 2 മെലനോസൈറ്റിക് നേവി ആക്കിയിട്ടുണ്ട്. ഓക്കെ, D36.7 ബിനൈൻ നിയോപ്ലാസം ഓഫ് അതർ സ്പെസിഫൈഡ് സൈറ്റിൻ്റെ അകത്ത് അവർ ബിനൈൻ നിയോപ്ലാസം ഓഫ് ബാക്ക് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 3 നോക്കാം. ദാറ്റ് ഈസ് ബ്ലഡ് ഫോമിംഗ് ഓർഗൻസ് ആൻഡ് സർട്ടൻ ഡിസോർഡർ ഇൻവോൾവിംഗ് ദ ഇമ്മ്യൂൺ മെക്കാനിസം D50 to D89. അതിൻ്റെ അകത്ത് D75 അതർ ആൻഡ് അൺസ്പെസിഫൈഡ് ഡിസീസസ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഫോമിംഗ് ഓർഗൻസിൻ്റെ അകത്ത് അവർ D75.8 അകത്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി വിത്തൗട്ട് അനീമിയ എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ D81.3 ദാറ്റ് ഈസ് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസിൻ്റെ അകത്ത് D81.30 അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി അൺസ്പെസിഫൈഡ്. അതുപോലെ D81.31 സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡ്യൂ ടു അഡിനോസിൻ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ D81.32 അഡിനോസിൻ ഡീഅമിനേസ് 2 ഡെഫിഷ്യൻസിയും D81.39 അതർ അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. ദാറ്റ് ഈസ് എൻഡോക്രൈൻ ന്യൂട്രീഷണൽ ആൻഡ് മെറ്റബോളിക് ഡിസോർഡർ E00 to E89. അതിൻ്റെ അത് E23.3 ദാറ്റ് ഈസ് ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻ നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ് എക്സ്ക്ലൂഡിൻ്റെ അകത്ത് ആദ്യം അവർ പ്രാഡർ വില്ലി സിൻഡ്രോം ദാറ്റ് ഈസ് Q87.1 ആയിരുന്നു. അത് റിവൈസ് ചെയ്തിട്ട് പ്രാഡർ വില്ലി സിൻഡ്രോം Q87.11 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റുസൽ സിൽവർ സിൻഡ്രോം Q87.1 ആയിരുന്നു. അതിനെ Q87.19 എന്ന് റിവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ E34.3 ദാറ്റ് ഈസ് ഷോർട്ട് സ്റ്റേച്ചർ ഡ്യൂ ടു ദ എൻഡോക്രൈൻ ഡിസോർഡർ ആൻഡ് എക്സ്ക്ലൂഡ് 1ൻ്റെ അകത്ത് ആ
റുസെല്ലെ സിൽവർ സിൻഡ്രോം Q87.1 ദാറ്റ് ഈസ് Q87.19 ആയിട്ടും റിവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കേണ്ടത് 5th ചാപ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ദെൻ 6th ദാറ്റ് ഈസ് ഡിസീസസ് ഓഫ് നെർവസ് സിസ്റ്റം G00 to G99 വരെയുള്ളതാണ്. അടുത്ത് G43 മൈഗ്രെയിൻ്റെ അകത്ത് G43.8 സൈക്ലിക് വോമിറ്റിംഗ് ആൻഡ് അത് എക്സ്ക്ലൂഡ് 1 ദാറ്റ് ഈസ് സൈക്ലിക് വോമിറ്റിംഗ് സിൻഡ്രോം അൺറിലേറ്റഡ് ടു മൈഗ്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് R11.15. പിന്നെ അതിൻ്റെ അകത്ത് റിവിഷൻ വന്നേക്കുന്നത് G43.E0 സൈക്ലിക് വോമിറ്റിംഗ് നോട്ട് ഇൻട്രാക്റ്റബിൾ, അത് സൈക്ലിക് വോമിറ്റിംഗ് ഇൻ മൈഗ്രെയിൻ നോട്ട് ഇൻട്രാക്റ്റബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ G43.A1 സൈക്ലിക് വോമിറ്റിംഗ് ഇൻട്രാക്റ്റബിൾ എന്ന് പറയുന്നത് G43.A1 സൈക്ലിക് വോമിറ്റിംഗ് ഇൻ മൈഗ്രെയിൻ ഇൻട്രാക്റ്റബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ 7th ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ദെൻ 8 ഡിസീസസ് ഓഫ് ദ ഇയർ ആൻഡ് മാസ്റ്റേർഡ് പ്രോസസ് ദാറ്റ് ഈസ് H60 to H95 വരെയുള്ള കോഡ്സ്. H65 ദാറ്റ് ഈസ് നോൺ സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോഡ് ടു ഐഡൻറ്റിഫൈ അത് റിവൈസ് ചെയ്തത് കോഡ് ഇഫ് ആപ്ലിക്കബിൾ ടു ഐഡൻറ്റിഫൈ എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ദാറ്റ് ഈസ് B95 to B97 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 8 ഡിസീസസ് ഓഫ് ഇയർ ആൻഡ് മാസ്റ്റേർഡ് പ്രോസസ് H60.H95 H81 ദാറ്റ് ഈസ് ഡിസോർഡേഴ്സ് ഓഫ് വെസ്റ്റിബുലർ ഫംഗ്ഷൻ്റെ അകത്ത് H81.4 ദാറ്റ് ഈസ് വെർട്ടിഗോ ഓഫ് സെൻട്രൽ ഒറിജിൻ്റെ അകത്ത് H81.41 വെർട്ടിഗോ ഓഫ് സെൻട്രൽ ഒറിജിൻ റൈറ്റ് ഇയർ, H81.42 വെർട്ടിഗോ ഓഫ് ദ സെൻട്രൽ ഒറിജിൻ ലെഫ്റ്റ് ഇയർ, അതുപോലെ തന്നെ ബൈലാറ്ററൽ അൺസ്പെസിഫൈഡ് ഇയർ. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 9 ദാറ്റ് ഈസ് ഡിസീസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം I00 to I99. അതിൻ്റെ അകത്ത് പുതിയ കോഡാണ് I26.9 ദാറ്റ് ഈസ് പൾമിനറി എംബോളിസം വിത്തൗട്ട് അക്യൂട്ട് കോപ്പിൾ മൊണൈൽ. അതിൻ്റെ അകത്ത് I26.93 സിംഗിൾ സബ് സെഗ്മെന്റൽ പൾമിനറി എംബോളിസം വിത്തൗട്ട് അക്യൂട്ട് കോപ്പിൾ മൊണൈൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ I26.9X അതായത് ഒരു ഇതും കൂടിയുണ്ട്, സബ് സെഗ്മെന്റൽ പൾമിനറി എംബോളിസം നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. I26.94 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 9 ദാറ്റ് ഈസ് അത് തന്നെ ഡിസീസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം I00 to I99 അകത്ത് I48.1 that is persistent atrial fibrillation അകത്ത് I48.11 long standing persistent atrial fibrillation, I48.19 other persistent atrial fibrillation, chronic persistent atrial fibrillation, persistent atrial fibrillation not otherwise specified. ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ I48.2 that is chronic atrial fibrillationന്റെ താഴെയും I48.20 that is chronic atrial fibrillation unspecified, exclude 1 that is chronic persistent atrial fibrillation, I48.19 I48.21 that is permanent atrial fibrillation ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. Okay, then chapter 9 തന്നെ I80.1 that is phlebitis and thrombophlebitis of femoral vein രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. that is phlebitis and thrombophlebitis of common femoral vein, അതുപോലെ തന്നെ ഡീപ്പ് ഫെമറൽ വെയിനും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ phlebitis and thrombophlebitis of iliac വെയിൻ്റെ അകത്തും കോമൺ ഇലിയാക് വെയിനും എക്സ്റ്റേണൽ ഇലിയാക് വെയിനും ഇന്റേണൽ ഇലിയാക് വെയിനും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ phlebitis and thrombophlebitis of tibial വെയിൻ്റെ അകത്ത് ആൻറ്റീരിയൽ ടിബിയൽ വെയിനും പോസ്റ്റീരിയൽ ടിബിയൽ വെയിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 10 ഡിസീസസ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം J00 to J99 അകത്ത് J44 that is other chronic obstructive pulmonary diseases J44.0 that is chronic obstructive pulmonary disease with the acute lower respiratory infection എന്ന് പറയുന്നത് J44.0 chronic obstructive pulmonary disease with acute ബ്രാക്കറ്റിലാക്കിയിട്ട് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് റിവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 11 പ്രത്യേകിച്ചില്ല. ചാപ്റ്റർ 12 ദാറ്റ് ഈസ് ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ദാറ്റ് ഈസ് L00 to L99 വരയിൽ L89.006 പ്രഷർ ഇൻഡ്യൂസ് ഡീപ് ടിഷ്യൂ ഡാമേജ് ഓഫ് അൺസ്പെസിഫൈഡ് എൽബോ,
L89.016 pressure induced deep tissue damage of right elbow, അതുപോലെ തന്നെ ലെഫ്റ്റ് എൽബോ, അൺസ്പെസിഫൈഡ് പാർട്ട് ഓഫ് ബാക്ക്, റൈറ്റ് അപ്പർ ബാക്ക്, ലെഫ്റ്റ് അപ്പർ ബാക്ക്, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതുപോലെ തന്നെ എല്ലാ ബോഡി പാർട്സിൻ്റെയും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ചാപ്റ്റർ 13 നോക്കാം. ഡിസീസസ് ഓഫ് ദ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ M00 to M99 വരെയുള്ളതിൽ M50.12 ദാറ്റ് ഈസ് സെർവിക്കൽ ഡിസ്ക് ഡിസോർഡർ വിത്ത് റാഡിക്കുലോപ്പതി മിഡ് സെർവിക്കൽ റീജിയൻ്റെ അകത്ത് ആദ്യം അവർ N50.120 മിഡ് സെർവിക്കൽ ഡിസ്ക് ഡിസോർഡർ അൺസ്പെസിഫൈഡ് ആയിരുന്നു. അത് അവർ റിവൈസ് ചെയ്തിട്ട് ഡിസ്ക് ഡിസോർഡർ അൺസ്പെസിഫൈഡ് ലെവൽ എന്ന് വരെ ആക്കിയിട്ടുണ്ട്. ദെൻ M66.8 that is spontaneous rupture of other tendons. M66.8 is spontaneous rupture of other tendons, other sites എന്ന് കൂടി റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. Then M67.83 other specified disorders of synovium and tendon wrist. അതിൻ്റെ അകത്ത് M67.839 other specified disorder of synovium and their tendon unspecified wrist എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നേരത്തെ അത് അൺസ്പെസിഫൈഡ് ഫോറാം ആയിരുന്നു, ഇപ്പോൾ അൺസ്പെസിഫൈഡ് റിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ M77 അതർ എൻറ്റെസോപ്പത്തീസ് ദാറ്റ് ഈസ് റിവൈസ് ടു M77.5 അതർ എൻറ്റെസോപ്പത്തി ഓഫ് ഫൂട്ട് ആൻഡ് ആങ്കിൾ. നേരത്തെ ഫൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ആങ്കിൾ കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതർ M7750 ഫൂട്ട് ആൻഡ് ആങ്കിൾ അൺസ്പെസിഫൈഡ് അവർ റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ M77.51 ഫൂട്ട് ആൻഡ് ആങ്കിൾ ആക്കിയിട്ടുണ്ട്. M77.52 അവർ ലെഫ്റ്റ് ഫൂട്ട് ആൻഡ് ആങ്കിൾ നിന്ന് ആക്കിയിട്ടുണ്ട്. M77.51 റൈറ്റ് ഫൂട്ട് ആൻഡ് ആങ്കിളാണ് റിവൈസ് ചെയ്ത് വന്നേക്കുന്നത്. M77.52 ലെഫ്റ്റ് ഫൂട്ട് ആൻഡ് ആങ്കിൾ ആക്കിയിട്ട് അവർ റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. Okay, then chapter 14 that is disease of the genitourinary system N00 to N99 വരെ. അടുത്തത് N35.81 other urethral stricture male. അതിൻ്റെ അകത്ത് N35.814 other anterior urethral stricture male. അങ്ങനെ അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് മെയിൽ ആൻറ്റീരിയർ ആയിരുന്നു, അത് അവർ മെയിൽ മാത്രമാക്കിയിട്ടുണ്ട്. N63.1 that is unspecified lump in the right breast. അത് അവർ ആഡ് ചെയ്തേക്കുന്നതാണ്. N63.15 unspecified lump in the right breast overlapping quadrants. അതുപോലെ തന്നെ N63.25 unspecified lump in the left breast overlapping quadrants എന്ന് രണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. N99.8 that is other intraoperative and post-procedure complication and disorder of genitourinary system. അടുത്ത N99.85 post endometrial ablation syndrome എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 15 16 പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ചാപ്റ്റർ 17 that is congenital malformation, deformation and chromosomal abnormalities. അത് Q00 മുതൽ Q99 വരെയാണ്. അടുത്ത Q66 that is congenital deformities of feet. അടുത്ത Q66.0 congenital talipes and equinovarus. അതിൻ്റെ അകത്ത് Q66.00 അൺസ്പെസിഫൈഡ് ഫൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. Q66.01 റൈറ്റ് ഫൂട്ടും Q66.02 ലെഫ്റ്റ് ഫൂട്ടും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറേ കൺജനൈറ്റൽ മാൽ ഡിഫോമിറ്റീസ് ഒക്കെ ഫീറ്റിൻ്റെയും ബയലാറ്ററലൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ Q79 that is congenital malformation of musculoskeletal system not elsewhere classified. അതിൻ്റെ അകത്ത് അഡീഷൻ ഉണ്ട്, ലൈക്ക് Q79.60 that is Ehlers-Danlos syndromes unspecified. Q79.61 that is classified Ehlers-Danlos syndrome classicable EDS that is നേരത്തെ പറഞ്ഞ സിൻഡ്രോം തന്നെയാണ്. Q79.62 hypermobile Ehlers-Danlos syndrome Q79.63 ആഡ് ചെയ്തിട്ടുണ്ട്. Q79.69 ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
റിവിഷൻ വന്നിട്ടുണ്ട് Q79.6. ഓക്കെ, ദെൻ ചാപ്റ്റർ 19 ആണ്, ചാപ്റ്റർ 18 ആണ്. That is symptom, signs and abnormal clinical and laboratory findings not elsewhere classified. R002 to R99. R11.1 that is vomiting data. R11.15 cyclic vomiting syndrome unrelated to migraine. Cyclic vomiting syndrome not otherwise specified and persistent vomiting. ഇതൊക്കെ R11.1 താഴെയുള്ളതിലായിട്ട് ആഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. R82.8 that is abnormal finding of the cytological and histological examination of urine. And the R82.81 that pyuria, sterile pyuria. R82.89 other abnormal findings on examination of urine. ഇതൊക്കെ ആഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, then നമുക്ക് ചാപ്റ്റർ 19 നോക്കാം. that is injury, poisoning and certain other consequences of external causes. അതിൻ്റെ അകത്ത് S02.832 fracture of medial orbital wall left side. അതുപോലെ തന്നെ unspecified site that is S02.839 unspecified site. S02.84 fracture of lateral orbital wall. S02.841 fracture of lateral orbital wall right side. S02.842 that is left side. S02.849 unspecified side. S02.85 that is fracture of orbit unspecified added ആയിട്ടുണ്ട്. അതുപോലെ T40.90 poisoning by adverse effect of the underdosing of unspecified psychodysliptics that is hallucinogens. അതിൻ്റെ അകത്തൊരു റിവിഷൻ നടന്നിട്ടുണ്ട്. T40.906 അകത്ത് അണ്ടർഡോസിങ് ഓഫ് അൺസ്പെസിഫൈഡ് സൈക്കോഡിസ്ലെപ്റ്റിക്സ് ദാറ്റ് ഈസ് ആലുജിനൻസിൻ്റെ ഒരു റിവിഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ഡ്രഗ്സിൻ്റെയും അഡീഷൻ നടന്നിട്ടുണ്ട് T40. ഓക്കെ, ദെൻ T67 effects of heat and light, and that is T67.0 that is heat stroke and sunstroke. and that add T67.01 ഒരു അഡീഷൻ നടന്നിട്ടുണ്ട്. heat stroke and sunstroke, heat apoplexy and pyrexia, heat pyrexia, psoriasis ഇതൊക്കെ ആഡഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തെർമോപ്ലീജിയ. T67.02 external heat stroke. T67.09 other heat stroke and sunstroke ഇതൊക്കെ ആഡഡ് ആയിട്ടുണ്ട്. then T79.8 that is traumatic compartment syndrome. അതിൻ്റെ അകത്ത് ഒരു എക്സ്ക്ലൂഡ് 1 ഡിലീഷൻ ആയിട്ടുണ്ട്. ട്രോമാറ്റിക് ഇസ്കീമിയ ഇൻഫ്രാക്ഷൻ ഓഫ് മസിൽ ദാറ്റ് ഈസ് T79.6 എന്ന് പറയുന്നത് ഡിലീഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് 2 ഒരു ഡ്രമാറ്റിക് കേസോ ഇസ്കീമിക് ഇൻഫ്രാക്ഷൻ ഓഫ് മസിൽ അത് എന്തായിട്ടുണ്ട്, ആഡഡും ആയിട്ടുണ്ട്. ദെൻ ചാപ്റ്റർ 20 ദാറ്റ് ഈസ് എക്സ്റ്റേണൽ കോസ് ഓഫ് മോബിലിറ്റി. എക്സ്റ്റേണൽ കോസ് ഓഫ് മോബിലിറ്റി ദാറ്റ് ഈസ് V00 മുതൽ Y99 വരെയുള്ള കോഡ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. V43.1 that is car passenger injured in collision with a car, pickup truck or van in non-traffic accident ഒരു റിവിഷൻ വന്നിട്ടുണ്ട് V43.13 that is car passenger injured in collision with a pickup truck in non-traffic accident. അതിൻ്റെ അകത്ത് ഒരു അഡീഷനാണ് വന്നേക്കുന്നത്. ദെൻ Y35.00 ലീഗൽ ഇൻ്റർവെൻഷൻ ഇൻവോൾവിംഗ് അൺസ്പെസിഫൈഡ് ഫയർമാൻ ഡിസ്ചാർജിൻ്റെ അകത്ത്. Y35.009 ദാറ്റ് ഈസ് ലീഗൽ ഇൻ്റർവെൻഷൻ ഇൻവോൾവിംഗ് അൺസ്പെസിഫൈഡ് ഫയർ ആം ഡിസ്ചാർജ് അൺസ്പെസിഫൈഡ് പേഴ്സൺ ഇഞ്ചേർഡ്. Y35.019 ലീഗൽ ഇൻ്റർവെൻഷൻ ഇൻവോൾവിംഗ് ഇഞ്ചുറി ബൈ മെഷീൻ ഗൺ അൺസ്പെസിഫൈഡ് പേഴ്സൺ ഇഞ്ചേർഡ്. Y35.029 legal intervention involving injury by handgun unspecified person injured. ഇത്രയും അഡീഷനാണ് നടന്നേക്കുന്നത്. അതുപോലെ കാറ്റഗറി Y35
കുറേ കോഡ്സ് ഉണ്ട്. ഫയർ ആം ഓൺ എക്സ്പ്ലോഷൻ ഡിവൈസസ് ഇൻ കോഡ് കാറ്റഗറി Y35 കുറേ കോഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ Z01, then chapter 21, that is factor influencing health status and contact with the health service, Z002 to Z99 Z01.0, that is encounter for examination of eye and vision. And other addition under Z01.02 encounter for examination of eye and vision following the field vision screening. അത് ആഡഡ് ആണ്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് വൺ എക്സാമിനേഷൻ ഫോർ എക്സാമിനേഷൻ ഓഫ് ഐസ് ആൻഡ് വിഷൻ വിത്ത് അബ്നോർമൽ ഫൈൻഡിങ് Z01.01 ആഡഡ് ആണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫോർ എക്സാമിനേഷൻ ഓഫ് ഐ ആൻഡ് വിഷൻ വിത്തൗട്ട് അബ്നോർമൽ ഫൈൻഡിങ്സ് Z01.00 ആഡഡ് ആണ്. അതുപോലെ തന്നെ Z01.020 എൻകൗണ്ടർ ഫോർ എക്സാമിനേഷൻ ഓഫ് ഐസ് ആൻഡ് വിഷൻ ഫോളോയിങ് ഫീൽഡ് വിഷൻ സ്ക്രീനിങ് വിത്തൗട്ട് അബ്നോർമൽ ഫൈൻഡിങ്സും Z01.021 എൻകൗണ്ടർ ഫോർ ദി എക്സാമിനേഷൻ ഓഫ് ഐസ് ആൻഡ് വിഷൻ ഫോളോയിങ് ദ ഫീൽഡ് വിഷൻ സ്ക്രീനിങ് വിത്ത് അബ്നോർമൽ ഫൈൻഡിങ്സും ആഡഡ് ആണ്. അതുപോലെ തന്നെ അഡീഷണൽ കോഡ് ടു ഐഡന്റിഫൈ ദ അബ്നോർമൽ ഫൈൻഡിങ്സും ആഡഡ് ആണ്. Z22, that is carrier of infectious disease, and അത് Z22.7 latent tuberculosis ഇൻഫെക്ഷനും ആഡഡ് ആണ്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് വണ്ണിൽ നോൺ സ്പെസിഫിക് റിയാക്ഷൻ ടു ദ സെൽ മെഡിക്കേറ്റഡ് ഇമ്മ്യൂണിറ്റി മെഷർമെന്റ് ഓഫ് ഗാമ ഇന്റർഫെറോൺ ആന്റിജൻ റെസ്പോൺസ് വിത്തൗട്ട് ആക്റ്റീവ് ട്യൂബർക്ലോസിസ് R76.12 ബ്രാക്കറ്റിൽ അതും എക്സ്ക്ലൂഡ് വൺ ആയിട്ട് ആഡഡ് ആണ്. അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് റിയാക്ഷൻ ടു ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് വിത്തൗട്ട് ആക്റ്റീവ് ട്യൂബർക്ലോസിസും added ആണ്. Z45.018 encounter for the adjustment and management of other part of cardiac pacemaker. Exclude one presence of other part of cardiac pacemaker, that is Z95.0 added ആണ്. അതുപോലെ തന്നെ Z45.42, that is encounter for the adjustment and management of neuro pacemaker, brain, peripheral nerve, spinal cord. ഇതൊക്കെ റിവിഷൻ ആയിട്ടുണ്ട്. എങ്ങനെ Z45.42 എൻകൗണ്ടർ ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂറോ സ്റ്റിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻകൗണ്ടർ ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബ്രെയിൻ ന്യൂറോ സ്റ്റിമുലേറ്റർ, ഗാസ്ട്രിക് ന്യൂറോ സ്റ്റിമുലേറ്റർ, പെരിഫറൽ നെർവ് ന്യൂറോ സ്റ്റിമുലേറ്റർ, സാക്രൽ നെർവ്സ് ന്യൂറോ സ്റ്റിമുലേറ്റർ, സ്പൈനൽ കോഡ് ന്യൂറോ സ്റ്റിമുലേറ്റർ, വാഗസ് നെർവ് ന്യൂറോ സ്റ്റിമുലേറ്റർ എന്നൊക്കെ പറഞ്ഞ് ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി Z60, ദാറ്റ് ഈസ് ബോഡി മാസ് ഇൻഡെക്സ്, അതിന് BMI adult codes are for use for the person 20 years of age or older എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നേരത്തെ അത് 21 years ആയിരുന്നു, ഇതിപ്പോൾ 20 years of age or older ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ BMI pediatric codes are for use for person 2 to 20 years of age. These percentiles are based on the growth charts published by the Center for Disease കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. അത് റിവൈസ് ചെയ്തിട്ട് 2 to 19 years ഓഫ് ഏജ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീസ് പെർസെൻറ്റേജ് ആർ ബേസ്ഡ് ഓൺ ദ ഗ്രോത്ത് ചാർട്ട് പബ്ലിഷ് ബൈ ദി സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന് പ്രത്യേകിച്ച് അവർ എടുത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ Z68.4, ദാറ്റ് ഈസ് ബോഡി മാസ് ഇൻഡെക്സ് 40 ഓർ ഗ്രേറ്റർ അഡൽട്സിലെ Z68.43 റിവിഷൻ നടന്നിട്ടുണ്ട്. നേരത്തെ ബോഡി മാസ് ഇൻഡെക്സ് 50.0 മുതൽ 59.9 ആയിട്ടുണ്ട്. നേരത്തെ 50 to 59.9 അഡൽട്ട് എന്നായിരുന്നു, അത് 50.0 to 59.9 അഡൽട്ട് എന്ന് ആക്കിയിട്ടുണ്ട്. Z71.8 അതർ സ്പെസിഫൈഡ് കൗൺസിലിങ്ങിൽ ഒരു അഡീഷൻ നടന്നിട്ടുണ്ട്. Z71.84 എൻകൗണ്ടർ ഫോർ ദ ഹെൽത്ത് കൗൺസിലിംഗ് റിലേറ്റഡ് ടു ട്രാവൽ. അതുപോലെ തന്നെ എൻകൗണ്ടർ ഫോർ റിസ്ക് ആൻഡ് സേഫ്റ്റി കൗൺസിലിംഗ് ഫോർ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ട്രാവലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി Z86.002, ദാറ്റ് ഈസ് പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഇൻ സിറ്റു നിയോപ്ലാസം ഓഫ് അതർ ആൻഡ് അൺസ്പെസിഫൈഡ് ജെനൈറ്റൽ ഓർഗൻസ് ആഡഡ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഐ ഗ്രേഡ് പ്രോസ്റ്ററ്റിക് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാഷ്യ 3. അതുപോലെ തന്നെ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് വജൈനൽ ഇൻട്രാൽ എപ്പിത്തീലിയൽ നിയോപ്ലാസിയ 3. അതുപോലെ തന്നെ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് വോൾവർ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസിയ 3 അതുകൂടി ആഡഡ് ആണ്. Z86.003 പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഇൻസിറ്റു നിയോപ്ലാസം ഓഫ് ഓറൽ ക്യാവിറ്റി, ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക് ആഡഡ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബോഡി സൈറ്റും ആഡഡ് ആണ് ഈ ചാപ്റ്ററിൽ. Z96.82 പ്രസൻസ് ഓഫ് ന്യൂറോ സ്റ്റിമുലേറ്റർ,
അത് ആഡഡ് ആണ്. പ്രസൻസ് ഓഫ് ബ്രെയിൻ ന്യൂറോസ്റ്റിമുലേറ്റർ, ഗ്യാസ്ട്രിക്, പെരിഫറൽ നെർവ്, സാക്രൽ നെർവ്, സ്പൈനൽ കോഡ്, വാഗസ് നെർവ്, ഇത്രയൊക്കെ ആഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് കോഡ് ഇൻസ്ട്രക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നത് ഈ 2020 ICD 10CMൽ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.